സർ, ഇക്കഴിഞ്ഞ ദിവസം രമേഷ് പിഷാരടിയും ശ്വേതാ മേനോനും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ ഇത് ഏറ്റെടുത്തുകൊണ്ട് രമേഷ് പിഷാരടി ഇന്ന് അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ അമ്മയിലെ അൻസിബി ഉൾപ്പെടെയുള്ളവർ പത്രസമ്മേളനമൊക്കെ നടത്തി. അത് വളരെ വൈറലാവുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഇനി സംഭവിക്കുക? ഞാൻ ഉൾപ്പെടെ വൈറലായി. അല്ല, ഇതിൽ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, താങ്കൾ പറഞ്ഞ നമുക്ക് ഓരോ സൈഡ്, താങ്കളിപ്പോ ചോദിച്ച ഒരു വലിയ ചോദ്യമാണ്. അതിനെ ഓരോ സൈഡ് പോലെ ഞാൻ തുടങ്ങാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ പിഷാരടിയുടെ അതുപോലെ ശ്വേതാ മേനോനുമായിട്ടുള്ള ഒരു പ്രൈവറ്റ് ടോക്ക്, യഥാർത്ഥത്തിൽ അങ്ങനെ പുറത്തു വിടാൻ പാടില്ലാത്തതാണ്. പക്ഷെ അത് പുറത്തു വിട്ടു. പുറത്തു വിട്ടപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ അതിലൂടെ 3 കാര്യങ്ങൾ വളരെ കൃത്യമായി തെളിഞ്ഞു. ഒന്ന്, പിഷാരടി പറയുന്ന അവിടെ അഴിമതിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, അത് ഇതിനു മുമ്പും നടന്നിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ബുദ്ധിയുള്ള മിടുക്കന്മാരായിട്ടുള്ള ആളുകളൊക്കെ കമ്മീഷൻ മേടിച്ച് നിരവധി കോടികൾ ഉണ്ടാക്കി, ലക്ഷങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അത് ഗുരുതരമായിട്ടുള്ള ഒരു ക്രിമിനൽ കുറ്റം എന്ന് പറയുന്നത്, അത് ശ്വേതയെ ഏതാണ്ട് 7 മണിക്കൂർ നിർത്തി അശ്ലീലവും അതുപോലെ തന്നെ മറ്റു പല വൃത്തികേടുകളും കാണിച്ചുകൊണ്ട് അപമാനിച്ചു എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ബാബുരാജും അതുപോലെ തന്നെ അപ്പ ഹാജയും, എന്താണ് അപ്പ ഹാജോ ഇനി അപ്പമില്ലാത്ത ഹാജയോ എന്താണെന്ന് നമുക്കറിയില്ല, അതുപോലെയുള്ള ആളുകളും സാദിഖ്, സിദ്ദിഖ് ഇതുപോലെയുള്ള ആളുകളൊക്കെ കൂടി വന്ന് അവിടെ വലിയ പ്രശ്നമുണ്ടാക്കി എന്നുള്ളതാണ് അവർ പറയുന്നത്. അവരൊക്കെ കൂടി അശ്ലീലം പറഞ്ഞു എന്നുള്ളതാണ്. കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് തോന്നിയത്, അതിന്റെ കൂട്ടത്തിൽ 2 പേരുകൾ കൂടി ഉണ്ടാവും. 2 പേരുകളിൽ ഒന്ന് മാലാ പാർവതി, അതുപോലെ തന്നെ നമ്മുടെ വേറൊരു സ്ത്രീ കൂടി ഉണ്ടല്ലോ, മായാ വിശ്വനാഥ്. അവര് കൂടി വന്നിട്ട് അശ്ലീലം പറഞ്ഞു എന്നുള്ളതൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത് രണ്ടും യഥാർത്ഥത്തിൽ 3ഉം വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റമാണ്. കാരണം യഥാർത്ഥത്തിൽ അവർക്ക് വേണമെങ്കിൽ ശ്വേതയ്ക്ക് ഒരു കേസ് കൊടുക്കാനുള്ള വകുപ്പുണ്ട്. അല്ല, അത് മായാ വിശ്വനാഥും അതുപോലെ ഈ മാലാ പാർവതിയും കൂടി ഇവരെ അശ്ലീലം പറഞ്ഞ് കളിയാക്കി എന്നുള്ളതാണ്. അത് വലിയ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ സിദ്ദിഖടക്കം ബാക്കിയുള്ളവർ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ശ്വേതക്ക് അതിന് വേണമെങ്കിൽ കോടതിയെയും അതുപോലെ പോലീസിനെയൊക്കെ സമീപിക്കാം. ഇനി അടുത്ത കാര്യം എന്താ, ശ്വേത പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ശ്വേത പറഞ്ഞുകൊണ്ടിരുന്നത്, എനിക്ക് പിന്നെ ഇവരുടെയൊക്കെ ഒരു ടോക്കിലുള്ള ഇവരുടെ മണ്ടത്തരം എനിക്ക് മനസ്സിലായി. അതെന്താ വെച്ചാൽ ഇവര് പറയുന്നത്, ഞാനൊരു പരീക്ഷ എഴുതി ഒരു ഉദാഹരണം ഇട്ടു, ആ ഉദാഹരണം പറഞ്ഞു തന്നെ മനുഷ്യന്റെ 15 മിനിറ്റ് സമയം കളഞ്ഞു. അതായത് ഞാനൊരു പരീക്ഷ എഴുതി, അപ്പൊ ശരിക്കും ഞാനത് റിവാലുവേഷൻ കൊടുത്തു, എനിക്ക് 21 മാർക്കാണ് 23 മാർക്കാണ് കിട്ടിയത്. പക്ഷെ ശ്വേത പറയുന്നത് ശരിക്കും 2 എന്നുള്ളതല്ല, പകരം 7 ഇട്ടിട്ട് ഇങ്ങനെ നടുക്ക് വട്ടമിടില്ല, അത് 7 ആയിരുന്നു, പിന്നീടാണ് കണ്ടെത്തിയതെന്നൊക്കെ പറഞ്ഞു ശ്വേതയുടെ സമയത്തുള്ള ഒരു പരീക്ഷയെ കുറിച്ച് പറയുന്നു. അപ്പൊ രമേശ് പിഷാരടി പറഞ്ഞു, ശരിയാണ്, പക്ഷെ നിങ്ങൾ തന്നെ പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾ തന്നെ നോക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് നിങ്ങളുടെ ഭരണസമിതി ഇരുന്നു കൊണ്ട് ഈ കണക്കുകൾ ഇനി ശരിയാക്കൽ നടക്കില്ല. ഞങ്ങളൊരു അഡ്ഹോക് കമ്മിറ്റി ഉണ്ട്, അഡ്ഹോക് കമ്മിറ്റി നിങ്ങൾ കണക്കൊക്കെ കറക്റ്റ് ആണ്, നിങ്ങൾ എല്ലാം കറക്റ്റ് ആക്കിയതിന് ശേഷം അത് കറക്റ്റ് ആണെന്ന് പറഞ്ഞാൽ അതല്ലേ കൂടുതൽ നന്നാവുക, നിങ്ങളുടെ സ്ട്രാറ്റജി തെറ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ഇത്രയും മോശപ്പെട്ട ഒരു ക്ലബ്ബ് വേറെ എവിടെയെങ്കിലും കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അഴിമതി, മറ്റേ കാശടിച്ചു മാറ്റൽ, ഇതുകൂടാതെ വൃത്തികേടുകൾ പറയൽ, സ്ത്രീകളോട് അശ്ലീലം പറയൽ, ഇതെല്ലാം കൂടാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മല്ലിക സുകുമാരന്റെ ഇതൊക്കെ മൈക്ക് തട്ടിപ്പറിച്ചു. അപ്പൊ എന്താണ് ഈ സംഭവത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ അതിന്റെ ഫ്രണ്ടിലുള്ള റോഡിന്റെ ഗതാഗതം നിരോധിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. കുട്ടികളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രായപൂർത്തിയാകാത്തവരോ അതുവഴി നടക്കരുതെന്ന് കൂടി പറയണം. എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊന്ന്. ഇനി രമേഷ് പിഷാരടി തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യം, ഇതിനു മുമ്പ് അവിടെ അഴിമതി കിടന്നിട്ടുണ്ടെന്ന്. അപ്പൊ ആ ഇത് വോയിസ് ക്ലിപ്പ് പുറത്തേക്ക് വിട്ടപ്പോ തന്നെ യഥാർത്ഥത്തിൽ ആദ്യത്തെ കുറ്റി തെറിച്ച് ആര്, അഡ്ഹോക് കമ്മിറ്റിയുടെ നേതൃസ്ഥാനത്തുള്ള രമേഷ് പിഷാരടി തന്നെ അത് രാജിവെച്ചു. അപ്പൊ ആ പ്രശ്നവും പാളി. ഇപ്പൊ യഥാർത്ഥത്തിൽ ശ്വേതനൊക്കെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളെ റീഇൻസ്റ്റേറ്റ് ചെയ്യണമെന്നാണ്. നിയമപരമായിട്ട് അത് സാധിക്കും. എന്താ കാര്യം എന്നറിയാമോ, ലക്ഷ്മി പ്രിയയും ഇല്ലേ ചേർത്തല ജയനും ഒക്കെ അല്ലാതെ വേറെ ആരും തന്നെ രാജി കൊടുത്തിട്ടില്ല. വെറുതെ മറ്റേ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി അങ്ങ് ഓടിക്കളേ ചെയ്ത് രാജി കൊടുത്തിട്ടില്ല. രാജി കൊടുത്തിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് രാജിവെക്കുക? പിന്നെ രണ്ടാമത്തെ കാര്യം, ഇനി രാജിവെച്ചാൽ പോലും ഇതുപോലത്തെ ഒരു അഡ്ഹോക് കമ്മിറ്റി വെക്കാൻ അവിടെ നിയമം അനുവദിക്കുന്നില്ല. നിരവധി തലവേദനകളാണ്. ഇനി അപ്പൊ യഥാർത്ഥത്തിൽ ഈ സംഭവം നടന്നപ്പോ എന്ത് സംഭവിച്ചു എന്നറിയോ, വളരെ ഇടിഞ്ഞ് താഴെയായിട്ട് നിൽക്കുകയായിരുന്നു ആര്, ശ്വേതയുടെയും അതുപോലെ ലക്ഷ്മി പ്രിയയുടെയും ബാക്കിയുള്ളവരുടെയൊക്കെ ഈ ഇലക്ഷൻ കമ്മിറ്റി, ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഗ്രാഫ് താഴെ ഇടിക്കുകയായിരുന്നു. അൻസിബയുടെ ഒക്കെ ഇത്രയും മോളി നിൽക്കണായിരുന്നു. അൻസിബ, മാലാ പാർവതി ഇവരൊക്കെ ഇങ്ങനെ മറ്റേ ഹൈപ്പ് ഉണ്ടാക്കി കയറ്റി വെച്ചേക്കണായിരുന്നു. ഇത് ഒറ്റടിക്ക് എന്ത് ചെയ്തു, സാധനം പതുക്കെ ഇത്ര വരെ എത്തി. അപ്പൊ ഇവർക്ക് പേടിയായി. പേടിയായപ്പോഴാണ് ഇന്ന് യഥാർത്ഥത്തിൽ പത്രസമ്മേളനം വിളിക്കാൻ വേണ്ടി
വന്നേക്കണത്. ഉം. ആ പത്രസമ്മേളനം വിളിച്ചിട്ട് അവരെന്താ പറഞ്ഞത്? അതിൽ ഉഷാ ഹസീനയാണ് പറഞ്ഞത്, ഇത് കടിച്ചു തൂങ്ങാൻ ഞങ്ങൾ അനുവദിക്കില്ല, വീണ്ടും തിരിച്ചു വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല. സമ്മതിക്കില്ല. കാരണം ഇവര് എല്ലാവരും രാജിവെച്ച് വാങ്ങി പോട്ടെ എന്ന് പറഞ്ഞിരുന്ന. അപ്പൊ അത് സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ വീണ്ടും തലവേദനയായി. പിന്നെ കൂടാതെ ഈ മാലാ പാർവതിയോ അല്ലെങ്കിൽ മറ്റേ മായ വിശ്വനാഥോ ഒന്നും കൃത്യമായിട്ട് ഇപ്പൊ അവര് പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. അവരുടെ അശ്ലീലമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു മറുപടി പറഞ്ഞില്ല. പറഞ്ഞിട്ടില്ല. കൂടാതെ അവര് പറഞ്ഞൊരു കാര്യമുണ്ട്, ടിനി ടോമൊക്കെ മഹാവൃത്തികെട്ട രീതിയിൽ പെരുമാറി നീനാക്കുറുപ്പിന്റെ അടുത്ത് അടിക്കാൻ വന്നു. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തിരുന്നു, നീനാക്കുറുപ്പിനെ ഞാൻ പിടിച്ചു മാറ്റി, മായ വിശ്വനാഥ് പിടിച്ചു മാറ്റി, ബാക്കി രണ്ടുപേരെ പിടിച്ചു മാറ്റി. എന്താണ് ഇതിനകത്ത് നടക്കുന്നത്? പിന്നെ ഇത് കൂടാതെ ജോയ് മാത്യു എന്ന് പറയുന്ന പുള്ളി വന്നിട്ട് പറയുന്നത് ഇവിടെ വെറും വിവരക്കേടും വൃത്തികേടും അതുപോലെ തന്നെ കാര്യങ്ങളുമാണെന്നാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ശരിയാണ്. ശരിക്കും പറഞ്ഞാൽ മോഹൻലാലിനെയും മമ്മൂട്ടിയും വന്ന് മുകളിലേക്ക് രണ്ട് വടിയും വൈകി ഈ സാധനം വിട്ടുകളയേണ്ട ആവശ്യം അതിക്രമിച്ചിരിക്കുന്നു ഇത്. ഇനി എന്നോട് നേരത്തെ തന്നെ ഈ ഏമമ്മയിലുള്ള ഒരു സംഘടനയിൽപ്പെട്ട ഒരു മെമ്പർ പറഞ്ഞിട്ടുണ്ട്, ഈ ശ്വേത വാ തുറന്നാൽ പിന്നെ അമ്മ തകർന്നു പോകുന്നു. ഏത് അമ്മായിയമ്മ ആരാന്ന് വെച്ചാൽ എന്ത് ചെയ്യും, ആ തകർന്നു പോകുന്ന ഇവര് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അത്തരത്തിലുള്ള സിറ്റുവേഷൻ ആണ്. ഇനി ഇത് ശ്വേത വേറൊരു കാര്യം കൂടി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവരിന്ന് പറയുന്നത്. ഇവരിന്ന് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞതിന്റെ പിന്നിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ശ്വേത പറയുന്നത്, ഞങ്ങള് മറ്റേ ഇനിയും ഇതുപോലെയുള്ള നിരവധി നിങ്ങൾ അശ്ലീലം പറഞ്ഞത് വൃത്തികേട് പറഞ്ഞത് എന്നെ ഹരാസ് ചെയ്ത് 7 മണിക്കൂർ നിർത്തി എന്നെ ചുട്ടെടുത്തതിനെ കുറിച്ചൊക്കെയുള്ള വീഡിയോയും ഓഡിയോ ബൈറ്റുകളും ഒക്കെ നിലവിലുണ്ട്, ഞാനത് പുറത്തേക്ക് വിടുമെന്ന് പറഞ്ഞ പണിപാളി. ഒരു വ്യൂസ് ക്ലിപ്പ് ഇട്ടപ്പോ തന്നെ ആദ്യത്തെ കുറ്റി തെറിച്ച്, അതായത് ഏത് അഡ്ഹോ കമ്മിറ്റിയുടെ ചെയർമാൻ തന്നെ അടിച്ച് തകർന്ന് അരിപ്പണമായി പോയി. രമേഷ് പിഷാരടി ഇന്നലെ തന്നെ ഞാൻ ശരിക്കും ഈ ശ്വേതയുടെ ഇത് കേട്ടപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ശ്വേത ഇടക്കിടക്ക് മറ്റേ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, പിഷു 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 എന്ന് വിളിക്കുന്നുണ്ട്. എനിക്ക് കേട്ടപ്പോ തന്നെ അതൊരു വെടിവെച്ചായിട്ട് തോന്നിയത്. അപ്പൊ ആ വെടിവെച്ചയിൽ ശരിക്കും പറഞ്ഞാൽ പിഷു തകർന്ന് അരിപ്പടമായി വീട്. സത്യത്തിൽ പിഷുവിന് ഒരു ഭാഗ്യമുണ്ട്, അത് പാലക്കാട് തെരഞ്ഞെടുപ്പിന് മുമ്പെങ്ങാനുമാണ് ഇത് പുറത്തു വന്നെങ്കിൽ അന്നേരം തന്നെ പിഷു ചിലപ്പോൾ തോറ്റാറ്. ഇപ്പൊ പിഷുവിന്റെ ഇമേജ് ഇടിഞ്ഞു. മനസ്സിലായി? ഇത്ര നേരം പിഷു അവിടെ കോമഡിയൊക്കെ പറഞ്ഞ് സ്റ്റാൻഡപ്പ് കോമഡിയൊക്കെ പറഞ്ഞ് നിയമസഭയിൽ കത്തിക്കയറിക്കൊണ്ടിരിക്കണേന്ന്. ഇപ്പൊ പിഷു 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 അത് നിക്ക് മറ്റേ നിങ്ങളുടെ ഏമവേല അഴിമതി പറയുന്ന പറഞ്ഞാൽ പരിപാടി പാളി. ഇപ്പൊ പിഷു വിട്ട്. ഇനി ആരാണ് അഡ്ഹോക് കമ്മിറ്റിയിൽ ഇപ്പൊ? ഇനി ഇതിന്റെ ഇടയിലൂടെയാണ് ഗുരുതരമായിട്ടുള്ള 2 ആരോപണങ്ങൾ കൂടി വന്നേക്കണം. അത് വിളിച്ചു വെക്കാൻ പറ്റൂല. ഒന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രജിതക്ക് കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂവിൽ മിസ് പത്മ മാം ഇവിടെ ഇരുന്ന് പറഞ്ഞേക്കണത് 15 കോടി രൂപ അദാനിയുടെ കയ്യിൽ നിന്ന് ഇവർക്ക് കിട്ടുമായിരുന്നു എന്നുള്ളതാണ്. കിട്ടുമായിരുന്നു. കിട്ടുമായിരുന്നു. അല്ല, ഇവര് പോയത് കൊണ്ടാണ്. അല്ലെങ്കിൽ അവിടെ ഇരുന്നിരുന്നെങ്കിൽ ചിലപ്പോൾ കിട്ടുമായിരുന്നു എന്നുള്ളതൊക്കെയാണ് പറഞ്ഞേക്കണം. ഞാനൊക്കെ ഇത് നേരത്തെ പറഞ്ഞതാണ്. പിന്നെ ഞാനിത് പറഞ്ഞില്ല ആരോടും. കാരണം വെച്ചാൽ നമുക്കൊരു ഇതില്ലാത്ത കാര്യമായതുകൊണ്ട് പറഞ്ഞില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് ശ്വേത തുടർന്ന് പോയിരുന്നെങ്കിൽ, പണത്തിന്റെ കാര്യമല്ല, ശ്വേത തുടർന്ന് പോയിരുന്നെങ്കിൽ ശ്വേത ശരിക്കും ഒരു 25 കൊല്ലം 30 കൊല്ലം ഇന്നസെന്റ് ഇരുന്ന പോലെ അവിടെ ഇരുന്നേനെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിനോട് അസൂയ മൂത്തിട്ടുള്ള ആളുകളാണിത് പറഞ്ഞ് വിട്ടേന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ 15 കോടി നമുക്കറിയില്ല. പക്ഷെ 15 കോടി അദാനി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല. അദാനി ചിലപ്പോൾ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും. കാരണം കേരളത്തിൽ ഇപ്പൊ അദ്ദേഹത്തിന് വലിയ താല്പര്യങ്ങളുണ്ട്. ചിലപ്പോൾ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയില്ല. ഇനി ഇത് കൂടാതെ അടുത്തൊരു ആരോപണം എന്താ, BJPയുടെ 2 കോടി രൂപ മേടിച്ചിരുന്നു. BJPക്ക് സ്ഥാനാർത്ഥികൾ കൊടുക്കുക ആരോപണമാണ്, നമുക്കറിയില്ല. അപ്പൊ ഇപ്പൊ ഇത്രയും പ്രശ്നം പറഞ്ഞേക്കണോണ്ട് ഇനിയിപ്പോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ ചെറിയ പടക്കങ്ങളെ പൊട്ടിയിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇനി വലിയ പൂരം വരാനിരിക്കുന്നുണ്ട്. മിക്കവാറും ഞാൻ വിചാരിക്കുന്നത് ശ്വേത അടുത്ത ദിവസം മീറ്റിംഗ് മറ്റേ പ്രസ് മീറ്റ് വിളിക്കാൻ സാധിക്കും, വിളിക്കുമായിരിക്കും. അപ്പൊ ശ്വേതയും അതുപോലെ തന്നെ അവരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരും അവരുടെ ഒപ്പമുള്ള കുക്കും പരമേശ്വരനും ഒക്കെ കൂടി ഒന്ന് വിളിച്ചാൽ എന്തായിരിക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇവര് വേറൊരു ആരോപണം കൂടി ഉന്നയിച്ചിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നില്ല ശ്വേത കേട്ട് പോകുന്നു. അതെന്താണെന്നറിയാമോ? 1 കോടി രൂപയാണ് അൻസിബ പറഞ്ഞ, 1 കോടി രൂപയാണ് മറ്റേ നന്ദകുമാർ തരുമെന്ന് വെച്ചാൽ അതിൽ വന്നപ്പോഴത്തേക്കും അത് 75 അപ്പൊ 25 ആര് മുക്കി? ഈ മറ്റേ നമ്മുടെ പിഷു പിഷു പറയുന്നതും ഇതുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒറ്റ കാര്യമുള്ളൂ. എന്താണ്? കമ്മീഷൻ അടിക്കൽ ഇതിന്റെ സ്വഭാവമാണ്. അപ്പൊ അതുകൊണ്ട് ആളുകൾ കമ്മീഷൻ അടിച്ച് കാശി കൊണ്ടുപോയി. ഈ കമ്മീഷനും പണവും അവിടെ കിട്ടും എന്നുള്ളതും, പിന്നെ ബാക്കി ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ നമ്മൾ തന്നെ മോശമെന്നുള്ളതുകൊണ്ട് വേറെ പല സൗകര്യങ്ങളും അവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഹൈപ്പ് ശരിക്കും പറഞ്ഞാൽ ആദ്യമേ തന്നെ ഇപ്പൊ അൻസിബക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഹൈപ്പില് ഇവരൊന്നും അടിച്ചില്ല. അൻസിബ ഹൈപ്പ് ഉണ്ടാക്കാൻ ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. അതെന്താണെന്നറിയാമോ? ഇവര് ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് വെച്ചാൽ ഈ ലക്ഷ്മിപ്രിയനെ ഇറക്കി വിട്ടത്. ലക്ഷ്മിപ്രിയനെ ഇറക്കി വിട്ടാൽ പകുതി മറ്റവർ ജയിച്ചു കഴിഞ്ഞു ഉറപ്പാണ്.
ഞാനൊരു രാഷ്ട്രീയക്കാരൻ നേതാവ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം നേതാവിന്റെ കൂടെയുള്ള ഒരുത്തനോട് ഒരു രാഷ്ട്രീയത്തിലെ ഒരു വലിയ നേതാവ് ഉപദേശിക്കുകയാണ്. എന്നെക്കുറിച്ച് പല ആരോപണവും പല പ്രശ്നമൊക്കെ വരും. പക്ഷെ നീ ഒരു കാരണവശാലും അതിനെതിരെ ഒരു ബൈറ്റും കൊടുക്കരുത്. വാ തുറന്നൊരു സംസാരവും ഉം. ഉണ്ടാവരുത് എന്ന് പറഞ്ഞു. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ എന്നെ നിർത്തിക്കൊണ്ട് പുള്ളി പറയണേ, എടാ ബുദ്ധിയില്ലാത്തവൻ വന്ന് എന്നിട്ട് പുള്ളി സീരിയസ്ലി എന്റെ അടുത്ത് പറയണേ, ഇത് ഇവനെ നിർത്തിക്കൊണ്ട് പുള്ളി എന്റെ അടുത്ത് പറയണേ, രതീഷ് അറിയാല, ബുദ്ധിയില്ലാത്തവൻ നമ്മളെ ന്യായീകരിക്കാൻ വന്നാൽ നമുക്ക് തലവേദനയായിട്ട് വരുള്ളൂ. അപ്പൊ ഞാൻ ശരിക്കും ഇവന്റെ മുഖത്ത് നോക്കി. പക്ഷെ ഇവനെ നോക്കി ചിരിക്കണേ, കാരണം ഇവനത് മനസ്സിലായിട്ടില്ല. അപ്പൊ പിന്നെ പുള്ളി പറഞ്ഞ കറക്റ്റാണ് നീ മനസ്സിലായിട്ട് പറഞ്ഞേ. ഇപ്പൊ രതീഷ് എന്നെ ന്യായീകരിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, കാരണം അതിലൊരു ബുദ്ധിപരമായ നീക്കം ഉണ്ടാവുന്നതായിരിക്കും. പക്ഷെ അങ്ങനെയല്ല ഇത്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് വേണ്ടി ന്യായീകരിക്കാൻ ഏതെങ്കിലും മണ്ടന്മാരെ വിടരുതെന്നുള്ളൂ. സത്യത്തിൽ നിങ്ങൾ അറിയണോ, സത്യം പറയാ, ഈ CPM തോക്കാനുള്ള ഒരു കാരണം എന്താണെന്നറിയാമോ? CPM-ന് വേണ്ടി ന്യായീകരണം ചമക്കാൻ വേണ്ടി ഇടത് നിരീക്ഷകർ എന്ന് പറഞ്ഞ് നിരവധി പേര് ചാനലുകളിൽ വരെ നിന്ന് വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ ഇല്ലേ. റെജി ലൂക്കോസ് ഒക്കെ വന്നിരുന്ന് എന്താണ് മറ്റേ ഓലക്ക് എന്താ വില എന്ന് ചോദിക്കുമ്പോൾ പുള്ളി ആലുവക്ക് പോയ കഥയൊക്കെ പറഞ്ഞ് ലാസ്റ്റ് എന്ത് ചെയ്തു, പുള്ളി നേരെ BJP-ക്ക് വിട്ടു. അല്ലെങ്കിൽ ആലുവക്ക് ഇവിടെ നിന്ന് എങ്ങനെയാണ് പോണേന്ന് ചോദിക്കുമ്പോൾ പുള്ളി ഓലയുടെ കഥയൊക്കെ പറഞ്ഞ് ലാസ്റ്റ് സമൂഹത്തിൽ മുമ്പിൽ നാണം കെടുത്തി. അങ്ങനെ സംഭവം വിട്ട്. ഇനിയിപ്പോ ബാക്കിയുള്ളവരുടെ പേര് ഞാൻ പറയുന്നില്ല. പത്രത്തിൽ പല ആളുകളും വന്നിരുന്നത് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണ്ടി പറയാൻ വേണ്ടി സാമാന്യ ബുദ്ധിയുള്ളവർ വിടും. യഥാർത്ഥത്തിൽ ലക്ഷ്മിപ്രിയ വന്ന് പറഞ്ഞത് കൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ നമുക്കടക്കം എല്ലാവർക്കും, നമുക്കല്ലെങ്കിൽ പക്ഷമൊന്നുമില്ലല്ലോ, നമുക്ക് അതെ. ഇവരെന്തായാലും കാശ് തന്നിട്ടില്ല, കമ്മീഷൻ തന്നിട്ടില്ല, നമുക്കൊരു ചായ പോലും മേടിച്ച് തന്നിട്ടുണ്ട്. തന്നിട്ടില്ല. ചില യൂട്യൂബർമാർക്കൊക്കെ ഇതിന്റെ പങ്ക് കിട്ടിയിട്ടുണ്ട്. ഈ പല കച്ചവടത്തിന്റെ പങ്കുകൾ ചില യൂട്യൂബർമാർക്ക് ഉം. അവരൊക്കെ അവിടെ താമസമായിരുന്നു. മറ്റേ കയറി ചെല്ലുന്ന സ്റ്റെപ്പിലാണെന്ന് മാത്രം അവിടെ താമസമായിരുന്നു. അപ്പൊ അത്തരത്തിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്കൊന്നും കിട്ടാത്തതുകൊണ്ട് നമുക്കൊരു വർഷം പിടിക്കേണ്ട കാര്യമില്ല. ഇതാണ് ഇന്നിപ്പോ സംഭവിച്ചേക്കുന്നത്. അപ്പൊ ആ സംഭവിച്ചേക്കണോണ്ട് ഇനി വരും കാലങ്ങളിലും ഇതുപോലെയുള്ള പല കാര്യങ്ങളും ഉണ്ടാകാം എന്നുള്ളതാണ്. ശ്വേത പറയുന്നത് എനിക്കൊരു രാഷ്ട്രീയവും ഇല്ല, ഒന്നുമില്ല, ഞാൻ ബാബുരാജിന്റെ ഒപ്പമല്ല, ഞാൻ ടിനി ടോമിനെ ഞാൻ ന്യായീകരിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയണത്. എന്താണെങ്കിലും ശരി, എത്ര ബോംബ് ഇനി പൊട്ടും എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. എന്താണെങ്കിലും ഇതൊക്കെ കഴിഞ്ഞ് മനസമാധാനത്തോടുകൂടി ഇരിക്കണേ. ഇനി കുഴപ്പമില്ലല്ലോ, ഈ വിഴുപ്പലക്കൽ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇന്നലെ ശരിക്കും പറഞ്ഞ ചെറിയൊരു ക്ലിപ്പ്. ഏത് ഓഡിയോ. ഒരുപാട് തവണ പിഷാരടി സംസാരിച്ചിട്ടുണ്ട്. ഇനി പിഷാരടി സംസാരിച്ചതിൽ വേറൊരു വിറ്റ് കൂടിയുണ്ട്. അത് കേട്ടിട്ട് എനിക്ക് ചിരി വന്നു പോയി. എന്താണ് സർ? അതെന്താണെന്നറിയാമോ? ഇവർ രണ്ടുപേരും ആവശ്യപ്പെട്ടിട്ട്, അതായത് ടിനി ടോം പിഷാരടിയുടെ കാല് പിടിച്ചു, നീ എങ്ങനെയെങ്കിലും പറഞ്ഞു സോൾവ് ചെയ്തോന്ന്. കേസ് വന്നാൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന പുള്ളിക്കറിയാല. സോൾവ് ചെയ്ത പിഷു നിരവധി തവണ അവരുടെ വക്കീലിനെയും ഈ അൻസിബയുടെ വക്കീലിനെയും ഒക്കെ വിളിച്ച് ഇവർ തമ്മിലുള്ള കേസ് സോൾവ് ചെയ്യാന്ന് പറഞ്ഞപ്പോ ടിനി ടോമിനെ പോലെ തന്നെയുള്ള ഒരു വക്കീലിനായിട്ട് ഏൽപ്പിച്ചേക്കണേന്ന് തോന്നുന്നു. ബുദ്ധി കുറവുള്ള ഒരു വക്കീലിനെ ഏൽപ്പിച്ചേക്കണം. ആ വക്കീൽ പറയുന്നത് അൻസിബ ഒരു മാപ്പിഴുത്തല്ലോ. അൻസിബ് മാപ്പെഴുതി കൊടുക്കേണ്ട ഇങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ വിചാരിക്കണം. എങ്ങനെയായിരിക്കുമെന്ന് അറിയാമോ? ഇനി നിങ്ങൾക്ക് എന്നെ എന്ത് വൃത്തികേട് വേണമെങ്കിലും പറയാം, പക്ഷെ ഞാൻ തിരിച്ച് പ്രതികരിക്കില്ല എന്നുള്ളതാണ് മാപ്പെഴുതി കൊടുക്കേണ്ടത്. ഞാൻ ഇനി ഒന്നും പറയില്ലെന്ന് മാപ്പെഴുതി കൊടുക്കണം. അതോടുകൂടി ആ സന്ധി സംഭാഷണം അവിടെ വെച്ച് അവസാനിച്ചു. ഇന്നിപ്പോ അത് അൻസിബ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലൊക്കെയുള്ള ഒരു ആൾക്കാരാണ്. പ്ലസ് ഈ ഡെഡ്ലി കോമ്പിനേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതെന്താ വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ വിവരമില്ലെന്ന് വിചാരിച്ചു, നിങ്ങളുടെ കയ്യിൽ പണവും കൂടി ഉണ്ടെങ്കിൽ അത് വല്ലാത്തൊരു കോമ്പിനേഷൻ ആയി. പിന്നെ നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല, നിങ്ങളിവിടെ ചവിട്ടി മതിക്കും. പ്ലസ് നിങ്ങൾക്ക് അധികാരവും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിലല്ല, പരിപാടി തീർന്നു. ചെറിയ ഭ്രാന്തും ചെറിയ മറ്റേ വിവരക്കേടും ചെറിയ ഇതും ഉണ്ടെങ്കിൽ വലിയ തലവേദനയായിരിക്കും ഉള്ളത്. അതുകൊണ്ട് ഇത് ഇനിയും സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ സത്യത്തിൽ എനിക്ക് അദാനിയോട് പറയാനുള്ളത്, ആ കൊടുക്കാന്ന് പറഞ്ഞ 15 കോടി കേരളത്തിലെ വേറെ ആർക്കെങ്കിലും, ഇപ്പൊ ഇല്ലേ പല ചാരിറ്റബിൾ ട്രസ്റ്റുകളോ ബാക്കിയുള്ളതൊക്കെ ഉണ്ട്, ഒക്കെ അല്ല, വേറെ ആർക്കെങ്കിലും കൊടുത്താൽ വലിയ ഉപകാരമായിരിക്കും. ഇതിനിടയിൽ നമ്മുടെ പുള്ളിക്കാരി കൂടി പെട്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ പുള്ളിക്കാരി BJP-യുടെ നേതാവാണ് ഇങ്ങനൊരു പ്രസ്താവന നടത്തിയേക്കുന്നത് എന്നുള്ളതാണ് മാലാപാർവതി പറഞ്ഞേക്കണത്. മാലാപാർവതി പറഞ്ഞേക്കണ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇത് ആരും ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷെ നിങ്ങളെല്ലാവരും ഇനി മുതൽ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ വീഡിയോകളും ഇനി മുതൽ ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.